ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ ഫാബ്രിക്, ഈ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നത്. ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടിങ് നോക്കാം. അപ്പോൾ ഞാനിതിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് യോക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചെസ്റ്റും വേസ്റ്റ് റൗണ്ടും കൂടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ യോക്ക് ലെങ്ത്ത് 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്, ഞാൻ മൊത്തമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വേസ്റ്റ് റൗണ്ട് ഒരു 7 ഇഞ്ചും 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. 8.5 ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആം ഹോൾ റൗണ്ടും ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. കർവ് വെച്ച് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 3 ഇഞ്ച് വിഡ്ത്തും 4 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ഉള്ളത് ചെയ്യുന്ന സമയത്ത് നമ്മൾ യോക്ക് പോർഷനും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ പോർഷനും ഒരേപോലെ പ്രിൻ്റ് വരുന്നത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിലെടുത്തിട്ടുള്ളത് ആ ഒരു റോസിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു റോസിൻ്റെ ഫ്ലവർ മുകളിലോട്ട് വരുന്ന രീതിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അത് വെച്ചിട്ട്, അതായത് മെയിൻ ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ ലൈനിങ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് മെയിൻ ഫാബ്രിക്കാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാണ് നമ്മുടെ സ്കേർട്ടിനുള്ള ഭാഗം. അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക യോക്ക് പോർഷൻ എങ്ങനെയാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് അതേ മെത്തേഡിൽ തന്നെ സ്കേർട്ടിൻ്റെ അവിടേക്കുള്ള പ്രിൻറ്റും വരുന്ന രീതിയിൽ വേണം കേട്ടോ വയ്ക്കാനായിട്ട്. നമ്മൾ അളവ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനും കുറച്ച് കയറി നിൽക്കുന്ന ഒരു ലെവലിൽ നമ്മുടെ ലൈനിങ് പീസിനെയും ഇട്ട് കൊടുത്തിട്ട് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ് എടുത്തിട്ടുള്ളത് 2 മീറ്ററാണ് കേട്ടോ. ഈ ക്ലോത്ത് 2.5 മീറ്ററാണ് മെയിൻ ഫാബ്രിക് വന്നിട്ടുള്ളത്. പിന്നെ ചെറിയൊരു സ്ലീവാണ് കൊടുക്കുന്നത്, കുഞ്ഞു സ്ലീവ്, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു സ്ലീവാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. ഇപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്, എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ റൗണ്ട് നെക്ക് തന്നെയാണ് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പോർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് താഴേക്ക് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ്, അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്, അത് സ്റ്റിച്ച് ചെയ്ത് ഒരു 3 സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെരിച്ച് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഇതുമ്മ കയറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നെക്ക് നമുക്ക് നല്ല രീതിയിൽ ഫിനിഷായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് അതിനൊന്ന് പതിച്ചടിക്കുക. അപ്പോൾ ലൈനിങ്ങും നമ്മൾ ആ ഒരു തയ്യൽ തുമ്പുള്ളിലേക്കില്ലേ അതുമ്മേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിക്കുന്ന സമയത്ത് എന്താ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫാബ്രിക്കുമ്മേക്ക് നമുക്ക് സ്റ്റിച്ച് വരാതെ തന്നെ നെക്ക് നല്ല നീറ്റായിട്ട് അവിടെ ഇരിക്കും. മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നെക്കുമ്മ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അതേ സെയിം മെത്തേഡിൽ ഞാൻ ബാക്ക് നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബാക്ക് നെക്ക് ഒരു 4 ഇഞ്ച് ലെങ്ത്തിലാണ് താഴേക്ക് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഫ്രണ്ടിലെ നെക്ക് കുറച്ച് ഇറങ്ങി നിൽക്കും, ബാക്കിലെ നെക്ക് കുറച്ച് കയറി നിൽക്കും, ആ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി മുന്നേ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ട്, അതല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു ഷോൾഡർ അറ്റാച്ച് ചെയ്തു. അതേ സെയിം മെത്തേഡിൽ നെക്സ്റ്റ് ഷോൾഡറും കൂടി അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നല്ല ഫാബ്രിക്കുമെന്നാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് നല്ല 2 വശവും ഇതുപോലെ ജോയിൻ ആക്കി വെച്ചതിന് ശേഷം ആ സെൻറ്റർ പോർഷൻ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് സ്പീഡായിട്ട് ചെയ്തു പോകുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ലാഗാവും. നമ്മൾ ഇതുപോലെ 2 സ്ലീവിനെയും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളിതിന് കെട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കെട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ ഒരു 2 പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന്
ഒരു കോൺ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. അതിന് ശേഷം താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 2-3 സ്റ്റിച്ച് ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ തിരിച്ചെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കതിനെ തിരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ പോലത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ തിരിച്ചെടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൂചി വെച്ചിട്ട് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമ്മൾ വേറൊരു മെത്തേഡിലും കൂടി ഇതിന് മുൻപ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നൂല് വെച്ചിട്ട് മറിച്ചെടുക്കാൻ പറ്റുന്ന, അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു തുമ്പുവശം കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ കുത്തി ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നല്ല വശം വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം നമ്മൾ ലോക്ക് ചെയ്യാനായിട്ട് ലോക്കിംഗ് മെഷീൻ ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ 2 സൈഡും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡ് എടുക്കുക. നമ്മൾ നോർമലായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ, എന്നിട്ട് അതേപോലെ ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പോ കാര്യങ്ങളോ കട്ട് ചെയ്തതിൻ്റെ ഒരു ഇതൊന്നും കാണാതെ നല്ല നീറ്റായിട്ട് കിട്ടില്ലേ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ വള്ളി വെക്കാനുണ്ട്, അപ്പോൾ അത് വിട്ട് പോകരുത്. അപ്പോൾ താഴ്ഭാഗത്തു നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പോയിന്റിലായിട്ടാണ് നമ്മൾ കെട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അതായത് ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ മുകളിലേക്കായിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. കണ്ടോ കെട്ട് വന്നത്? അതേപോലെ നമുക്ക് 2 സൈഡിലും ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് വള്ളി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ 2 സൈഡിലും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ, താഴേക്കുള്ള പോർഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്രില്ല് എങ്ങനെയാണ് ഇടുന്നതിനുള്ള വീഡിയോ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഷോർട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു അളവിന് കറക്റ്റായിട്ടാണോ ഫ്രില്ല് വന്നിട്ടുള്ളതെന്ന് നമ്മൾ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ല വശത്ത് സൈഡൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ബാക്ക് സൈഡിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് യോക്ക് പോർഷനും അതുപോലെ നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷനും കൂടിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ടും വേസ്റ്റ് റൗണ്ട് കറക്റ്റ് ആയതുകൊണ്ട് നമുക്കത് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ ഫാബ്രിക് അറ്റാച്ച് ചെയ്തതിന് ശേഷം അത് മുകളിലേക്കായിട്ട് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഫാബ്രിക്കിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ലൈനിങ് നമ്മൾ താഴ്ഭാഗം മടക്കി അടിച്ച് സൈഡൊക്കെ ജോയിൻ ചെയ്ത് പ്ലീറ്റ് ഇട്ടതിന് ശേഷമാണ് സെയിം നമ്മൾ ഈ മെയിൻ ഫാബ്രിക് ചെയ്തത് എങ്ങനെയാണോ അതേ മെത്തേഡിൽ തന്നെയാണ് ലൈനിങ്ങും ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്